ഹലോ, ഇന്ന് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു ഡേ ആണ്. വേറെ ഒന്നുമല്ല, എൻ്റെ സുന്ദരിയുടെ, എൻ്റെ നിത്തൂസിൻ്റെ, എൻ്റെ മോളുടെ സെക്കൻഡ് ബർത്ത്ഡേ ആണ്. സോ അതിൻ്റെ കുറച്ച് പാർട്ടി നാട്ടിൽ ഇന്നലെ നടന്നു. എൻ്റെ പാർട്ടി ഇന്ന് ഇവിടെയാണ്. സോ ഞാൻ കുറച്ച് പേരെയൊക്കെ വിളിച്ചിട്ടുണ്ട്. കേക്ക് ഉണ്ട്, ഫുഡുണ്ട്, എല്ലാം കൂടെ സെറ്റാക്കാൻ പറ്റുമോ നോക്കണം. അപ്പോൾ നമുക്ക് കണ്ടാലോ. അപ്പം ഞാൻ നേരെ പോയത് യൂണിയൻ കോർപ്പിലേക്കാണ്. എല്ലാവരും കേക്ക് കാണുമെന്ന് വെച്ച് പോയി നോക്കുകയാണ്. എല്ലാം സെയിം വെറൈറ്റി. നോക്കുമ്പോൾ എനിക്കിഷ്ടപ്പെട്ട റെഡ് വെൽവെറ്റ് തന്നെ കണ്ടപ്പം പിന്നെ ഒന്നും നോക്കിയില്ല, അത് തന്നെ ഓർഡർ ചെയ്തു. മോളുടെ പേര് എഴുതി, മിത്താര നിതിൻ സെക്കൻഡ് ബർത്ത്ഡേ എന്ന് എഴുതി. ഞാനത് വാങ്ങിച്ച് നേരെ വീട്ടിലേക്ക് പോവാണ്. പോകുന്ന വഴി ഒരു ചായക്കടിയൊക്കെ മേടിച്ചാലോ എന്ന് വിചാരിച്ചു. നല്ല ചായക്കടി ഐറ്റംസുകൾ കിട്ടുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അതും വാങ്ങിച്ചാണ് ഞാൻ റൂമിലേക്ക് പോയത്. റൂമിലെത്തിയപ്പോൾ അമ്മ ബിരിയാണി റെഡിയാക്കിയിട്ടുണ്ട്. ബിരിയാണി സെറ്റായി. ഇനി അടുത്ത ഇന്ന് അമ്മ ഫുഡിൻ്റെ പണിയിലായതുകൊണ്ട് ഞാനാണിന്ന് വിളക്ക് കത്തിച്ചത്. അപ്പോൾ നേരെ പോയി കുളിച്ച് വിളക്കൊക്കെ കത്തിച്ചു. കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ വിളക്ക് കത്തിക്കുന്നത്. വീട്ടിലൊക്കെ കത്തിക്കുമായിരുന്നു, ഇവിടെ വന്നിട്ട് അമ്മയുള്ളതുകൊണ്ട് കത്തിക്കാറില്ല. അപ്പോൾ അത് കഴിഞ്ഞപ്പം അമ്മ ചായയൊക്കെ ആയിട്ട് വന്നു, കട്ടനുണ്ടാക്കി തന്നു. ഞാൻ വാങ്ങിച്ച പലഹാരം വാങ്ങിച്ചു വന്നു, കഴിച്ചു. ജസ്റ്റിന് വരാൻ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ജസ്റ്റിനും ഞാനും സുഷിയും കൂടെ അതിങ്ങനെ കഴിക്കുകയാണ്. അമ്മ പാചകത്തിൻ്റെ പണിയിലും ഞങ്ങൾ ഈ ഫുഡടി പണിയിലും. അപ്പോൾ അതിങ്ങനെ കഴിച്ചിരിക്കുന്ന കഴിഞ്ഞപ്പം അമ്മ കുറച്ച് കഴിഞ്ഞപ്പോൾ വിളിച്ചു. ബിരിയാണിയും ചിക്കനും റെഡി ആയിട്ടുണ്ട്. ഇനി അത് ദമ്മ് പോലെ വെച്ചിട്ടുണ്ട്. ഇനി അവരെല്ലാം വരുമ്പം ദമ്മ് പൊട്ടിക്കണം. നല്ല സ്മെല്ലുണ്ട്, അതുകൊണ്ട് കഴിക്കാൻ തോന്നുന്നുണ്ട്. പക്ഷേ എല്ലാവരും വന്നിട്ട് വേണം പൊട്ടിക്കാൻ. അതുകൊണ്ട് എല്ലാം റെഡിയാക്കി സെറ്റാക്കി വെച്ചു. അമ്മ ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ ആദ്യം വന്നത് എൻ്റെ ഓഫീസിലെ ആൾക്കാരാണ്. അപ്പോൾ അവർക്കുള്ള ബിരിയാണി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട്. കൂട്ടിന് എല്ലാ ഐറ്റംസും വെച്ച്. ഇന്ന് ആദ്യം വന്നത് എൻ്റെ ഓഫീസിൽ നിന്നുള്ള വിവേകും സൽമാനുമാണ്. അവരെ നേരത്തെ വിളിച്ചിരുന്നു, കാരണം അവർക്ക് ഡ്യൂട്ടി ഉണ്ട്. സൽമാൻ നൈറ്റ് ഷിഫ്റ്റും വിവേകിന് മോർണിംഗ് ഷിഫ്റ്റാണ്. അവരെ നേരത്തെ വിളിച്ചു. അപ്പോൾ ബാക്കിയുള്ളവർ പിന്നെ വിളിച്ചത്. അപ്പോൾ ബാക്കിയുള്ളവരും വന്നു. പിന്നാലെ ഒരു 11 മണിയായപ്പം അനീസ്ക, ആഷിഖ്, ഷഫീഖ്, ഷമീർ, ഷിഹാബ്, സുബേർ ഷാ, ഷമീറിൻ്റെ ഫാമിലിയും വന്നിരുന്നു. വൈഫും 2 കുട്ടികളും ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ജിമ്മിലെ ഷമീർ ബ്രോ വന്നു. അപ്പോൾ എല്ലാവരും വന്ന് അടിപൊളി ആഘോഷിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഹാപ്പിയാണ്. ആദ്യമായിട്ടാണ് ഇവരെല്ലാവരെയും ഇങ്ങനെ ഒന്നിച്ച് ഞാൻ വിളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. എല്ലാം ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കേക്ക് കട്ടിങ്ങിലേക്ക് പോയത്. കേക്ക് കട്ടിങ്ങാണ്. ഞാൻ അമ്മയും കൂടെ കേക്ക് കട്ട് ചെയ്ത് മോൾക്ക് വേണ്ടി. അപ്പോൾ സന്തോഷമായിരുന്നു. മോളുടെ ബർത്ത്ഡേക്ക് നാട്ടിലും ആഘോഷിക്കാൻ പറ്റി, ഇവിടെ ആഘോഷിക്കാൻ പറ്റി. അവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു. ഇവിടെ എനിക്കിഷ്ടപ്പെട്ട, എനിക്ക് വേണ്ടപ്പെട്ട എല്ലാവരും ഉണ്ടായിരുന്നു. അതിൻ്റെ സന്തോഷം ഉണ്ടായിരുന്നു. അപ്പോൾ ആ മൂഡിൽ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അനീസ്കയുടെ വക ഫോട്ടോ എടുപ്പൊക്കെ ആയിരുന്നു. പിന്നെ എല്ലാവരും പല കേക്ക് കട്ട് ചെയ്ത് മുറിച്ച് കൊടുക്കണം. അപ്പം അതിൻ്റെ തിരക്കിലാണ്. കേക്ക് കുറച്ചൊന്ന് കട്ട് ചെയ്യിപ്പോയിരുന്നു. ഞാൻ കേക്ക് വാങ്ങിച്ചിട്ട് നേരെ ഫ്രീസറിലാണ് കൊണ്ട് വെച്ചത്. അപ്പോൾ അതുകൊണ്ട് ചെറിയ ഒരു കട്ടി ഉണ്ടായിരുന്നു. എന്നാലും എല്ലാവർക്കും ഇഷ്ടമായി കേക്ക്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പറഞ്ഞത്. കുറച്ച് നേരത്തെ ഒന്ന് പുറത്തെടുത്ത് വെച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒന്ന് സ്മൂത്ത്നെസ് കിട്ടിയായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായി. അപ്പം അതുകൊണ്ടൊരു നല്ല സുഖം ഉണ്ടായിരുന്നു. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമായി എന്നാണ് പറയുന്നത്. മക്കളൊക്കെ നല്ല സൂപ്പർ രസമായിരുന്നു. കൊച്ചിന് എന്ത് രസമാണെന്നറിയാം. പക്ഷേ അടുക്കുന്നില്ല. ആൾക്ക് അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നേരം നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ കരയാൻ തുടങ്ങും. ദൂരേന്ന് കണ്ടിട്ട് നമ്മൾ ആസ്വദിക്കുകയായിരുന്നു. അങ്ങനെ കേക്കൊക്കെ കഴിച്ചു എല്ലാവരും സംസാരിക്കുകയായിരുന്നു. എല്ലാവരും മോളെ ബർത്ത്ഡേ അടിച്ചു പൊളിച്ചു. അടിപൊളി നല്ല ബിരിയാണി കഴിച്ചു.
അല്ലാണ്ട് വേറെ ആരും എടുക്കില്ല. ആരെങ്കിലും ഉണ്ടോ അവിടെ? അമ്മേതാ ആൾക്കാരെ കിട്ടിയാൽ അറിയാമല്ലോ, കത്തിയടിയായിരിക്കും. ഒരാളെ കിട്ടിയാൽ തന്നെ അമ്മയുടെ കത്തി ആയിരിക്കും. പിന്നെ ഇത്രയും പേര് കിട്ടിയാൽ പറയണം. അപ്പം എല്ലാം കഴിഞ്ഞു, എല്ലാം ഭംഗിയായി. ഇതാ എല്ലാവരും പോകാനിറങ്ങാണ്. ഷിമിയുടെ ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഫാമിലിനെയും മക്കളെയൊക്കെ കാണുന്നത്. മോളെ ബർത്ത്ഡേ അടിച്ചു പൊളിച്ചില്ല അമ്മ? അല്ലെന്ന് അവർ കൊണ്ടുവന്ന ഗിഫ്റ്റൊക്കെയാണത്. എല്ലാവരും കൊണ്ടുവന്നതാണ്. ഞാൻ ഗിഫ്റ്റൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞത്, അതൊന്നും ഞാൻ പ്രതീക്ഷിച്ചേ ഇല്ല. പക്ഷെ അവർ ഭയങ്കര സ്നേഹമുള്ളവരാണ്. നല്ല ഗിഫ്റ്റ്, നല്ലൊരു ഗിഫ്റ്റ് ഹാമ്പറൊക്കെ പോലെ നല്ല രസമുണ്ട്. അപ്പം ഞാനൊന്ന് ചെറിയ ഓപ്പൺ ചെയ്ത്, എല്ലാം കുഞ്ഞു കുഞ്ഞു ഡ്രസ്സാണ്, മോൾക്കുള്ള ഡ്രസ്സാണ്. നാട്ടിൽ പോകുമ്പം കൊണ്ടുപോകണം. എന്തായാലും ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. ഡ്രസ്സുണ്ട്, പെൻസിലുണ്ട്, ഡ്രോയിങ് ബുക്കുണ്ട്, അങ്ങനെ. അപ്പോൾ പരിപാടി സൂപ്പറായി. മോളുടെ ബർത്ത്ഡേ അടിച്ചു പൊളിച്ചു. എല്ലാവർക്കും ഫുഡൊക്കെ കൊടുത്തു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. കുറേ ഗിഫ്റ്റൊക്കെ കിട്ടി. മോളുടെ പേരിൽ കുറേ ഗിഫ്റ്റ് കിട്ടി. സോ എല്ലാവർക്കും താങ്ക് യു.